പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് CMRL എക്സോലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണമില്ല. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ. ഹരിത, വളരെ നിർണായകമായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയിരിക്കുന്നു. അന്വേഷണമില്ല എന്നതാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. CMRL എക്സാലോജിക്ക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മാത്തിക്കുളനാട് MLA അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകനായിരുന്ന ഗിരീഷ് ബാബു നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി എന്ന് തന്നെ ഇതിൽ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇവർ സമീപിച്ചിരുന്നു. ആ വിജിലൻസ് കോടതി ആ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം, ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന കാര്യങ്ങൾ പ്രധാനമായും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷമടക്കം മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി മകൾക്കുമെതിരെയും വലിയ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിച്ച ഒരു വിഷയം തന്നെയാണ് ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത്. ഈ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് നേരത്തെ മാത്തിക്കുളനാടനും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവും കോടതിയെ സമീപിക്കുന്നത്. വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അവിടെ ഹർജി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നാലെയാണ് റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് എത്തിയത്. എന്തായാലും ആ ഹർജി തള്ളിയിരിക്കുന്നു. അന്വേഷണം വേണ്ടെന്നാണ് ഒരു നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്നത് തന്നെയാണ്, വിജിലൻസ് അന്വേഷണമില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിധി എന്ന് പറയുന്നത്. ഹരിത, ഉണ്ണി, ഹൈക്കോടതി ഈ വിധി തള്ളിയതോടെ ഇനി സുപ്രീം കോടതിയിലേക്ക് കൂടി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടില്ല. എന്തായാലും ഏത് രീതിയിലാകും ഈ പ്രതികരണം എന്നതടക്കം നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും മാത്തിക്കുളനാടൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയും കൂടിയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് രീതിയിലാണെന്നത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മാസപ്പടി കേസിൽ അന്വേഷണമില്ല, വിജിലൻസ് അന്വേഷണമില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണമില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. നേരത്തെ വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. ആ ഉത്തരവ്, വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവെക്കുകയാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ ഉള്ള അന്വേഷണം വേണമെന്നൊരു ആവശ്യം ആണ് പ്രധാനമായും ഉന്നയിച്ചത്. ആ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണമില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും കൂടി നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. സനു, CMRL എക്സോലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? എക്സാലോജിക്ക് CMRL ഇടപാടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും ഈ വിധിയിൽ ആശ്വാസം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വിജിലൻസ് അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്കുള്ള ഒരു വഴി കൂടി തുറക്കപ്പെടുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതി വിധി എതിരായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം നേരത്തെ തന്നെ മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ നടപടികൾ ഇനിയും നീളും. അത് സുപ്രീം കോടതിയിലേക്ക് എത്തുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സാനു, എന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്? ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ, അതായത് വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി അതേ നിലപാട് തന്നെയാണ്. മൂവാറ്റുപുഴ കോടതിയുടെ വിധി അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ് ഹൈക്കോടതിയിലും ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണ്ട, നിലവിലുള്ള അന്വേഷണം SFIOയും അതേപോലെ EDയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ നൽകിയിട്ടുള്ള റിവ്യൂ ഹർജിയിൽ വലിയൊരു തിരിച്ചടിയാണ് മാത്യു കുഴൽനാടൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുള്ള ഒരു സൂചനയും മാത്യു കുഴൽനാടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ശരി, CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി.